സാധാരണക്കാർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ തജ്വീദ് നിയമങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഖുർആൻ മുഴുവനായിട്ടും പാരായണം ചെയ്യാനുള്ള അവസരമാണ് 125-ാമത്തെ ക്ലാസ് സൂറത്തു ഇബ്രാഹിം 21-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبرزوا لله جميعا فقال الضعفاء للذين استكبروا. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം, നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഒന്ന് പറയാം, നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ലാമു റാ വന്നാൽ ഇദ്ഗാമും ബിലാ ഉന്ന, കൂട്ടിയോജിപ്പിക്കൽ മാത്രം മതി. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൗമിയിൽപ്പെട്ട അക്ഷരങ്ങൾ വന്നാൽ കൂട്ടിയോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാം. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം എന്നൊക്കെ പറയുമ്പോൾ തൻവീൻ്റെ ശേഷം വന്ന് ഫ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം, അപ്പോൾ ഇങ്ങനെയുള്ള ശേഷമുള്ള അക്ഷരം ഫാഇന് പകരം ഹംസ, ഹ, ഐന്, ഗൈന്, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യേണ്ട, വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. തൻവീന് വ്യക്തമാക്കണം, നൂനാണെങ്കിൽ നൂന് വ്യക്തമാക്കണം. ഇനി തൻവീനിൻ്റെ ശേഷം ഈ പറയപ്പെട്ട 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരമുണ്ട്. 15 അക്ഷരത്തിൽ ഏത് വന്നാലും, ഇപ്പം നമ്മൾ തുടക്കം മുതലുള്ള ഇങ്ങനെ അക്ഷരങ്ങൾ എണ്ണാണെങ്കിൽ അലിഫിൽ ഇപ്പോൾ ഫത്ത് കൊടുത്ത ആ നായി ഹംസയായി. ബ അല്ലേ, ബ പറഞ്ഞു. ത എന്ന അക്ഷരം എന്താണ്? ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. സ പുള്ളിയുള്ള സ, സീനല്ല, സീനും അതിൽപ്പെട്ട തന്നെയാണ്. സ പിന്നെ ഓർഡറിൽ ഇങ്ങനെ വരുമ്പോൾ സ അല്ലേ, പിന്നെ ജീമ്, ഹ പറഞ്ഞു, ഹ പറഞ്ഞു, ദാല്, അപ്പം അങ്ങനെ തുടങ്ങിയ ബാക്കിയുള്ള ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരം മുഴുവനും ഇഖ്ഫായിൻ്റെ സ്ഥലമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാനും പാടില്ല. ജമീഅൻ ഫഖാൽ എന്ന് പറയുന്നത് ജമീഅ ഫഖ എന്ന് ഒഴിവാക്കിയിട്ടും പറയാതെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ജമീഅൻ ഫഖാല അദ്ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറൂ. ലില്ലദീന ഇസ്തക്ബറൂ കൂട്ടിയേക്കൽ ലില്ലദീന ഇസ്തക്ബറൂ ഇന്നാ കുന്നാ ലക്കും തബഅൻ ഫഹൽ. അവിടെ നിർത്തുകയാണെങ്കിൽ ആ പിന്നെ ഇഖ്ഫ വരൂല. തബഅ തൻവീൻ ഫത്ഹനെ നിർത്തേണ്ടത് തബഅ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. തബഅ തൻവീൻ ഫത്തിന് ശേഷം വന്നാൽ, ഗസറിന് ശേഷം വന്നാലും, ലൊമ്മിന് ശേഷം വന്നാൽ, തൻവീൻ ലൊമ്മിന് ശേഷം വന്നാലും ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ശേഷമുള്ള അക്ഷരം ഇവിടെ ഫ ആയതുകൊണ്ട് ഇഖ്ഫായിൻ്റെ സ്ഥലമാണ്. ഫഹൽ അൻതും ആണ് നൂനിൻ്റെ ശേഷം, സുക്കൂണിലെ നൂനിൻ്റെ ശേഷം ത വന്നു, ഇഖ്ഫായിൻ്റെ സ്ഥലമാണ്. അൻതും എന്ന് പറയുന്നത് അൻതും. അൻ എന്ന് പറയുമ്പോൾ നൂന് പിന്നെ നൂന് പറയുമ്പോൾ അൻ എന്ന് പറയുമ്പോൾ നാവയുടെ വേണം തൊട്ടൊന്ന് തട്ടാത്ത അതിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അൻ എന്ന് പറഞ്ഞ വ്യക്തമായി തട്ടാത്ത രൂപത്തിൽ അൻതും ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹ്. മിൻ ശേഷമുള്ള ഐനായതുകൊണ്ടാണ് ഈ മിൻ എന്ന് നൂന് വ്യക്തമാക്കിയത്. നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ. മിൻ അദാബില്ലാഹി മിൻ എന്താ ശേഷമുള്ളത് ഷീനാണ്, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. قالوا لو هدانا الله لهديناكم سواء علينا നിർത്തിയാൽ അങ്ങനെ നിർത്തിയാൽ മതി. നിർത്തുമ്പോൾ അങ്ങനെ നിർത്തിയാൽ, നിർത്തുന്നില്ലെങ്കിൽ
سواء علينا أجزعنا أم صبرنا ما لنا من محيص. ഇഖ്ഫാന്റെ സ്ഥലം മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. وبرزوا لله جميعا فقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان. من നൂനാണ് വന്നത്. നൂൻ്റെ ശേഷം സീന് ഇഖ്ഫായിന് അക്ഷരമാണ്. മിൻ സുൽത്താൻ എന്ന് പറയുന്നത്. عليكم من سلطان إلا أن دعوتكم نون عشان ذلك إخفاء أكشن معنا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم إن വ്യക്തമാ കരുതേ. നൂൻ്റെ ശേഷം ഫാവുന്നു. أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. അദാബുൻ തൻവീനാണ്. തൻവീൻ്റെ ശേഷം അ എന്ന ഹംസയാണ് വന്നിട്ടുള്ളത്. ഹംസ ഇളാൻ അക്ഷരമാണ്. അദാബുൻ അലീം. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. ഇവിടെ വമാ അൻതും അവിടെ വരുന്നുണ്ട്. ഇഖ്ഫാ ഞാൻ പറഞ്ഞല്ലേ. അവിടെ മീമിൻ്റെ ശേഷം ബാ വരുന്നുണ്ട്. അവിടെ മറിച്ച് പഠിക്കും. മീമിൻ്റെ നിയമമാണ്. വമാ അൻതും ബിമുസ്രിഖി. അവിടെ യാ അവിടെ നിർത്താണെങ്കിൽ എന്ത് ചെയ്യണം? ബിമുസ്രിഖി. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂൻ. അവിടെ നിർത്തുന്നില്ലെങ്കിൽ നിർത്തുന്നില്ലെങ്കിൽ ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ. അശ്റക്തുമൂനി മിൻ ഖബൽ ഇന്നൽ-ളാലിമീന ലഹും അദാബുൻ അലീം. وأدخل الذين آمنوا وعملوا الصالحات جنات تجري
തൻവീൻ്റെ ശേഷം താ വന്നു, ഇഖ്ഫാ ചെയ്യണം. മിൻ തഹ്തിഹൽ അൻഹാർ, മിൻ നൂൻ്റെ ശേഷം താ വന്നു, എന്ത് ചെയ്യണം? മിൻ തഹ്തിഹ എന്ന് പറയും, മിൻ തഹ്തിഹൽ അൻഹാർ. പിന്നെ തിരിയാത്ത ഉണ്ടെങ്കിൽ ചാർട്ടിലേക്ക് നോക്കണം. അക്ഷരങ്ങൾ ഓർമ്മയിൽ ഇങ്ങനെ ജസ്റ്റ് മുകളിലുള്ള ആ നിയമങ്ങളെങ്കിലും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും. മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ബിഇذനി റബ്ബിഹിം തഹിയ്യതുഹും ഫീഹാ സലാം وأدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار خالدين فيها بإذن ربهم تحيتهم فيها سلام. 24 അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമ. മസലൻ തൻവീൻ്റെ ശേഷം ഒരു അലിഫ് കാണുന്നുണ്ട്, നമ്മൾ ഉച്ചാരണത്ത് വരുന്നില്ല. ഉച്ചാരണത്ത് വരാത്ത പിന്നെ പരിഗണിക്കേണ്ടതില്ല. തൻവീൻ്റെ ശേഷം വരുന്നത് കാഫാണ്. കാഫ് ഉച്ചരിക്കുമ്പോൾ ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. മസലൻ കലിമ അവിടെ നിർത്തി, അവിടെ ഹാത്താവ് സുക്കൂണുള്ള ഹായിട്ട് മാറി. നിർത്തുന്നില്ല എങ്കിൽ ശേഷമുള്ള പ ആണ്, ഇഖ്ഫായിൻ അക്ഷരമാണ്. അപ്പോൾ അവിടെയും വരണം. മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്. അപ്പം മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. അവിടെ എന്ത് ചെയ്യണം? അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്? 1 2 3 4 ഇഖ്ഫാ ഒന്നിച്ചു വരുന്നു. مثلا كلمة طيبة كشجرة طيبة. അവിടെ ത്വയ്യിബത്തിൻ എന്ന് വ്യക്തമാക്കണം. ശേഷമുള്ളത് ഇല്ലാന്റെ അക്ഷരമാണ്, ഹംസയാണ്. ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതു വഫറുഉഹാ. സാബിതു വ തൻവീന് ശേഷം വാവാണ്, നൗമിയിൽപ്പെട്ടാണ്, ഇദ്ഗാമും ബിഗുന്നയാണ്. വഫറുഉഹാ ഫിസ്സമാ. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. എന്താണ് ഈ ഇഖ്ഫാവും ഇദ്ഗാമും ബിഗുന്നയും തമ്മിൽ വ്യത്യാസം? സാബിതു വ, ഇവിടെ വാവാണ് മണിക്കുന്നത്. സാബിതു വഫറുഉഹാ. പ്രത്യേകം ശ്രദ്ധിക്കണം, സാബിതു വഫറുഉഹാ എന്നല്ല, സാബിതു വാവാണ് മണിക്കുന്നത്. സാബിതു വഫറുഉഹാ, സാബിതു വഫറുഉഹാ ഫിസ്സമാ. നേരെ മറിച്ച് ഇവിടെ കലിമതൻ തൻ അതൻ എന്നുള്ളതാണ്. തൻ ത്വ അല്ല മണിക്കുന്നത്. തൻ കലിമതൻ ത്വയ്യിബതൻ ത്വയ്യിബതൻ എന്ന് പറയുന്നുള്ളൂ. അതേ സ്ഥാനത്ത് സാബിതു വ എന്നല്ല പറഞ്ഞത്. സാബിതു വഫറുഉഹാ ഫിസ്സമാ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മാറാൻ സാധ്യത 99% നമ്മളെപ്പോലത്തെ ആളുകൾക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അത് 99 എന്ന് പറയാൻ കാരണം എൻ്റെ അതൊക്കെ ശരിയാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അതൊന്ന് ഓതിയിട്ട് തന്നെ ശരിയാക്കി കൊണ്ടുവരണം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്പറിലൊന്ന് ചോദിച്ചാൽ മതി, വാട്സപ്പിൽ ചോദിക്കുക. അത് പ്രത്യേകം മിക്ക ആളുകളതും അത് മാറും. ചിലതൊക്കെ ശരിയാവും, ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ശരിയായി പോകൊണ്ടാണ്. അപ്പം അത് മിക്കവാറും ആ രണ്ടും ഇഖ്ഫാവും ഇദ്ഗാമും ബിഗുന്നയും മാറുന്നുണ്ടോ എന്ന് വളരെ ഒന്നെന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് ഓതി നോക്കുക. എന്നിട്ട് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ശരിയാക്കണം എന്നുള്ളവർക്കുണ്ടെങ്കിൽ ഒന്ന് സംശയത്തിൽ ഒന്ന് ചോദിച്ചാൽ മതി.
تؤتي أكلها كل حين بإذن ربها تؤتي أكلها كل حين بإذن ربها تنوين اسم باوني إقلابنا ويضرب الله الأمثال للناس لعلهم يتذكرون تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة تنبيه شخاء خبيثة كشجرة خبيثة അവിടെ തൻവീൻ ഒന്നും തൻവീൻ്റെ ശേഷം വസലിൻ്റെ അംസയാണ്. വസലിൻ്റെ അംസ വരുന്നിടത്തൊക്കെ എന്ത് ചെയ്യണം? ഒരു നീ കൊണ്ടുവരണം. ഖബീസത്തിനി ജുതുസ്സത് നിജ് ഖബീസത്തി സതീനി ജുതുസ്സത് മിൻ ഫൗഖിൽ അർള്. ഞാൻ അവിടെ പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് ഓതി ശീലാക്കി നമ്മൾ പഠിക്കാനാണല്ലോ, അപ്പോൾ ശീലമാക്കുക. ഖബീസത്തിനി ജുതുസ്സത് സതീനി പറഞ്ഞു നോക്കുക. സതീനി ജുതുസ്സത് ഖബീസ പറഞ്ഞത് ശരിയാകാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പറഞ്ഞ് ഓരോ അക്ഷരങ്ങൾ പറഞ്ഞു നോക്കുക. ഖബീസത്തിനി ജുതുസ്സത് മിൻ ഫൗഖിൽ അർള് മാ ലഹാ മിൻ ഖറാർ. അവിടെ നേരത്തെ പറഞ്ഞ് കശജറത്തിൻ ഖബീസ എത്ര പറഞ്ഞുകൊണ്ട് ശരിയാവുന്നില്ല, അവിടെ നിർത്തിയാൽ മതി, പിന്നെ അടുക്കാറാണ്ട. അപ്പൊ കശജറത്തിൻ ഖബീസത്തിനി ജുതുസ്സത് അവിടെ നിർത്തുകയാണെങ്കിൽ കശജറത്തിൻ ഖബീസ ഉജുതുസ്സത് മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ. ഉജുത്തു മൂന്നാമത്തെ അക്ഷരം ലൊമ്മായതുകൊണ്ട് ഊന്ന് കൊടുക്കുക. ഉജുതുസ്സത് ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ആയത്തുകൾ ഓതിയിട്ടുള്ളൂ, ബാക്കി അടുത്ത ദിവസം നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ ഒന്നുകൂടി ഓതി നോക്കാം. بسم الله الرحمن الرحيم وبرزوا لله جميعا فقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم
سواء علينا أجزعنا أم صبرنا ما لنا من محيص وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم وأدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار خالدين فيها بإذن ربهم تحيتهم فيها سلام ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, നീ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഖിറാഅത്തിന് നീ സ്വീകരിക്കണം റഹ്മാനെ. ഓരോ ഹർഫുകളും റഹ്മാനെ റബ്ബേ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഓതിയിട്ടുണ്ട്. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, ഇതിൻ്റെ മിസ്ൽ സവാബിനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളിൽ നിന്ന് മൗത്തായവരുടെ ഹദറാത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. എല്ലാവിധ മഹത്തുക്കളുടെയും ഹദറാത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, വേണ്ടപ്പെട്ടവര് റഹ്മാനെ റബ്ബെ എല്ലാവർക്കും നീ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, ഈ പരിശുദ്ധ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളെ നിന്നോട് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിലിതാ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഉദ്ദേശങ്ങൾ മുഴുവനും ഞങ്ങൾ കരുതുകയാണ് റഹ്മാനെ റബ്ബേ. എല്ലാ ഖൈറും നൽകുന്നവൻ നീയാണ്, എല്ലാ ശർറുകളും തടുക്കുന്നവൻ നീയാണ് റഹ്മാനെ റബ്ബേ. എല്ലാത്തിനും കഴിവുള്ള അല്ലാഹുവേ,
ഖൈറായത് ഞങ്ങൾക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഷർറായത് ഞങ്ങളിൽ നിന്ന് നീ തട്ടി മാറ്റി കളയണേ റഹ്മാനെ. ഞങ്ങൾ ഈ ചെയ്ത ഈ സൽക്കർമ്മം ചെയ്തുകൊണ്ട് റഹ്മാനെ റബ്ബെ നിന്നോട് ചോദിക്കുകയാണ്, പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിച്ച് ഇതിനെ നീ സ്വീകരിച്ച് ഇത് കാരണമായിട്ട് ഞങ്ങൾക്ക് വരുന്ന എല്ലാവിധ ആഫത്ത് മുസീബത്തുകൾ റഹ്മാനെ റബ്ബെ എല്ലാവിധ ദുനിയവിയായ ഉഖ്റവിയായ എല്ലാവിധ ഫിത്നയെ തൊട്ടും നീ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. കാവൽ നൽകണേ റഹ്മാനെ, കാവൽ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റഹ്മാനെ റബ്ബേ, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവിധ ഖൈറായ കാര്യങ്ങളും റഹ്മാനെ റബ്ബെ നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനെ റബ്ബെ പരിപൂർണമായിട്ടും ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സിഹത്തും ഖുവ്വത്തും നീ നൽകണേ അല്ലാഹ്. നല്ല ഈമാനിക ആവേശം നൽകണേ റഹ്മാനെ. ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഐശ്വര്യം നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ കുടുംബത്തിലെ മക്കളിൽ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതത്തിൽ മാതാപിതാക്കളിൽ സഹോദരി സഹോദരന്മാര് കുടുംബക്കാര് കൂട്ടുകാര് സഹപ്രവർത്തകര് സഹപാഠികൾ റഹ്മാനെ റബ്ബെ ഞങ്ങളെ ശിഷ്യന്മാര് റഹ്മാനെ റബ്ബെ നമ്മുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകള് നമുക്ക് വേണ്ടി പല നിലക്കും സപ്പോർട്ടുകൾ ചെയ്യുന്ന പല പ്രേക്ഷകരായ മുഴുവൻ ആളുകൾക്കും റഹ്മാനെ റബ്ബെ എല്ലാ നിലക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനെ റബ്ബെ പലരും ജോലി ചെയ്യുന്നവരാണ്, സഹോദരിമാരുണ്ട് റഹ്മാനെ റബ്ബെ, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട് റഹ്മാനെ റബ്ബെ, ഉപ്പമാരുണ്ട്, മുതിർന്ന ആളുകളുണ്ട് റഹ്മാനെ റബ്ബെ, കുട്ടികളുണ്ട്, മക്കളുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നല്ല ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന മോഹത്തോടുകൂടെയാണ് റഹ്മാനെ റബ്ബെ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതും പഠിക്കുന്നതും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ത്വഅത്തിനായിട്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അവസാനം നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരണപ്പെടാൻ നീ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين.